എല്ലാ സൂപ്പർ ഹീറോസിനും വേദനയുടെയും കണ്ണീരിന്റെയും ഒരു ഭൂതകാല ചരിത്രം പറയാനുണ്ടായിരിക്കും. ജാപ്പനീസ് ഫുട്ബോളിനും അങ്ങനെ ഒരു കഥ പറയാനുണ്ട്. 1993 ഒക്ടോബറിൽ നടന്ന ജാപ്പനീസ് കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം, ദോഹയിലെ ദുരന്തം എന്നറിയപ്പെടുന്ന ആ കറുത്ത ദിനം. ജപ്പാൻ തങ്ങളുടെ ആദ്യ ലോകകപ്പ് യോഗ്യതയ്ക്ക് കേവലം 90 സെക്കൻഡുകൾ അകലെ മാത്രം നിൽക്കുമ്പോൾ ഇറാന്റെ ഒരു അത്ഭുത സമനില ഗോൾ. അതോടുകൂടി ജപ്പാൻ താരങ്ങളുടെ പ്രതീക്ഷ മുഴുവനും മരവിച്ചുപോയി. അതുവരെ ഹൃദയം കയ്യിലെടുത്തു വെച്ച് പൊരുതിയ ജാപ്പനീസ് താരങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട് മൈതാന മധ്യത്തേക്ക് വീണു. അവരുടെ കണ്ണിൽ നിന്നും കണ്ണീർ തുള്ളികൾ ഉതിർന്ന് ദോഹയിലെ പുൽപ്പരപ്പുകളിൽ വീണു. പക്ഷേ അതിൽ ഒരാളുടെ കണ്ണീരിന് മാത്രം കുറച്ച് ചൂട് കൂടുതലായിരുന്നു. ഒരു 25 വയസ്സുകാരൻ മധ്യനിര താരം. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാഞ്ചസ്റ്ററിലേക്ക് ട്രയൽസിന് പോയി അവനെ ജാപ്പനീസ് താരമായതുകൊണ്ട് നിപ്പോൺകാർക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞുള്ള അപമാനവും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ദോഹയിലെ ദുരന്തവും മാഞ്ചസ്റ്ററിലെ അപമാനവും എല്ലാം അവന്റെ ഉള്ളിൽ ഒരു അണയാത്ത അഗ്നി ഉണ്ടാക്കി വെച്ചു. അങ്ങനെ അവൻ വേദനയിൽ നിന്നും പുതിയൊരു ഫുട്ബോൾ വിഭാവനം ചെയ്തു. ആ കണ്ണീരൊഴുക്കിയ 25 വയസ്സുകാരന്റെ പേര് ഹച്ചിറ്റോ മൊരിയാസു. ഇന്ന് ജാപ്പനീസ് ഫുട്ബോളിനെ വലിയ വിജയങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുന്ന അവരുടെ സൂപ്പർ പരിശീലകൻ മൊരിയാസു. Come, let's explore the story of Samurai Soccer. ജപ്പാന്റെ ഫുട്ബോൾ ടീം എന്ന് കേൾക്കുമ്പോൾ ഫുട്ബോൾ ആരാധകർക്കിടയിൽ ഒരു ക്യൂട്ട് ഇമേജ് ആണ് മനസ്സിലേക്ക് വരുന്നത്. കാരണം അവർ ആർക്കും യാതൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. വന്ന് നല്ല കളി കളിച്ച ശേഷം സന്തോഷിപ്പിച്ചിട്ടാണ് പോകും. കളി കഴിഞ്ഞ ശേഷം ഡ്രസ്സിംഗ് റൂം വൃത്തിയാക്കുന്ന താരങ്ങൾ, ഗാലറി വൃത്തിയാക്കുന്ന ആരാധകർ, ആർക്കും യാതൊരു പ്രശ്നമോ സംഘർഷമോ ഉണ്ടാക്കത്തില്ല. എല്ലാവർക്കും സമാധാനം മാത്രം. പക്ഷേ കാലക്രമേണ ആ ഇമേജ് അവർ മാറ്റിക്കഴിഞ്ഞു. അവരാരെയും എപ്പോഴും ഏത് നിമിഷവും വീഴ്ത്തുന്ന വലിയ ശക്തികളായി കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം പതിയെ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. 2022 പരാജയത്തിന് ശേഷം സ്പാനിഷ് പരിശീലകനായിട്ടുള്ള ലൂയിസ് എൻട്രിക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, Uno se puede poner nervioso al empezar un partido, cuando lleva ya nada que perder, pues decide arriesgar al máximo y han pasado como si fueran aviones, 5 minutos de pan. ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. എല്ലാവരും ജപ്പാനെ പേടിക്കേണ്ട സമയമായിട്ടുണ്ട്. അവരൊരു നൈറ്റ്മിയർ പോലെ എല്ലാവരുടെയും സ്വപ്നങ്ങളിലേക്ക് വരാൻ പോവുകയാണെന്ന്. ശരിക്കും 2026 ആയപ്പോഴത്തേക്കും അവർ എതിരാളികളുടെ സ്വപ്നത്തിലേക്ക് ഇടിച്ചിറങ്ങി കഴിഞ്ഞു. പഴയ ക്യൂട്ട് ഇമേജിനപ്പുറത്തേക്ക് സമുറായ് പോരാളികളുടെ വീര്യം എന്താണെന്ന് അവർ വമ്പന്മാരെ വീഴ്ത്തി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പെയിൻ മാത്രമല്ല ജപ്പാന്റെ പടയോട്ടത്തിന് മുന്നിൽ വീണത്. പിന്നിൽ നിന്നും തിരിച്ചു വന്ന് അവർ ബ്രസീലിനെ വീഴ്ത്തി, അതിനു മുമ്പ് ജർമ്മനിയെ വീഴ്ത്തി. എന്തിനേറെ പറയുന്നു, 80,000-ഓളം കാണികളെ നിശബ്ദരാക്കിക്കൊണ്ട് ഇംഗ്ലണ്ടിന്റെ പറുദീസയായ വെംബ്ലിയിൽ അവരെ വീഴ്ത്താൻ ജപ്പാന് കഴിഞ്ഞു. അതെ, ജപ്പാൻ ഇപ്പോൾ വെറും കറുത്ത കുതിരകളോ അണ്ടർഡോക്സോ അല്ല, ആരെയും വീഴ്ത്താൻ പോകുന്ന സമുറായ് പോരാളികളാണ്. എങ്ങനെ അവർ ഇത്ര വലിയ ശക്തിയായി എന്ന് നോക്കുമ്പോൾ, ദോഹയിലെ ദുരന്തത്തിന് ശേഷം 30 വർഷത്തേക്ക് അവർ വിഭാവനം ചെയ്ത, അതിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രഖ്യാപനം അവർ നടത്തിയിരുന്നു. പ്രോജക്ട് 2050, പ്രോജക്ട് 2050 എന്ന് പേരിട്ട് അവർ നടത്തിയ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ് ഇപ്പോൾ ജപ്പാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിജയങ്ങൾ. എന്താണ് പ്രോജക്റ്റ് 2050 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ ലളിതമാണ്. 2050 ആകുമ്പോഴേക്കും ജപ്പാനെ ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൂടാതെ ആ കാലഘട്ടമാകുമ്പോഴേക്കും ഇവിടെ 1 കോടിയോളം ആക്റ്റീവ് ഫുട്ബോൾ ഫാൻസിനെ വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബോൾഡായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. കാരണം ജപ്പാന്റെ സംസ്കാരത്തിലോ ചരിത്രത്തിലോ എവിടെയും ഫുട്ബോളിന് ഒരു റോളും ഉണ്ടായിരുന്നില്ല. ഫുട്ബോൾ കമ്പനി വർക്കേഴ്സിനിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അമച്ചർ സ്പോർട്ട് എന്നതിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള ഇമ്പാക്റ്റും ജപ്പാനിൽ ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷേ ജപ്പാനീസുകാർ അങ്ങനെ വെറുതെ ഇരിക്കാൻ തയ്യാറായിരുന്നില്ല. അവർ സ്വന്തമായിട്ടൊരു പ്രൊഫഷണൽ ലീഗ് ആരംഭിച്ചു. ജെ ലീഗ് എന്ന പേരിൽ ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ 100ഓളം ക്ലബ്ബുകൾ ആരംഭിച്ചു. ഈ ക്ലബ്ബുകൾക്ക് എല്ലാവർക്കും ലോക്കൽ ടാലൻസിനെ കണ്ടെത്തുക എന്നുള്ള ദൗത്യവും കൊടുത്തു. അവിടെയും തീർന്നില്ല, അവർ ഫുട്ബോളിനെയും ടെക്നോളജിയും വളരെ നല്ല രീതിയിൽ അങ്ങോട്ട് ബന്ധിപ്പിച്ചു. ജെ ലീഗ് ക്ലബ്ബുകൾ കണ്ടെത്തിയെടുക്കുന്ന ലോക്കൽ ടാലൻസിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് അവർ JFA പാസ്പോർട്ട് എന്ന പേരിൽ അതിസങ്കീർണമായിട്ടുള്ള ഒരു വലിയ ഡേറ്റാ ബാങ്ക് തന്നെ സെറ്റ് ചെയ്തു. ഈ ലോക്കൽ ടാലൻസിനെ അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ ഗ്രോത്ത്, സ്കില്ല്, ഇഞ്ചുറീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ചെറിയ പ്രായം മുതൽ തന്നെ അവർ തങ്ങളുടെ ഡേറ്റാ ബാങ്കിൽ സേവ് ചെയ്ത് വെക്കാൻ തുടങ്ങി. അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് എവിടെയൊക്കെ എപ്പോഴൊക്കെ മികച്ച താരങ്ങൾ വളർന്നു വരുന്നുണ്ട് എന്നവർ മനസ്സിലാക്കി തുടങ്ങി. അങ്ങനെ ഫുട്ബോളിനെയും ടെക്നോളജിയും തമ്മിൽ ബന്ധിപ്പിച്ച് ലീഗുകളും ആരംഭിച്ച് ഒരു ഫുട്ബോൾ ക്ലബിന് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ സംസ്കാരത്തിന് വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ മെറ്റീരിയൽ സ്റ്റാൻഡ് അവർ സെറ്റ് ചെയ്ത് വെച്ചു. JFA പാസ്പോർട്ട് സംവിധാനത്തിലൂടെ അവർക്ക് വെൽ ബിൽറ്റ്, ഫിസിക്കലി ഫിറ്റ്, ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് പ്ലേയേഴ്സിനെ കിട്ടി. അതുകൂടാതെ ലീഗുകളിലൂടെ കളിക്കാനുള്ള സ്ട്രക്ചറും കിട്ടി. ഈ ഫിസിക്കൽ മെറ്റീരിയൽ കണ്ടീഷൻസ് കൊണ്ട് ഒരിക്കലും താരങ്ങളുടെ ഉള്ളിൽ കളിയോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കുത്തിവെക്കാൻ കഴിയില്ലല്ലോ. ഈ ജെനുവിൻ സോൾ സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കാനും ജപ്പാനീസ് തന്ത്രജ്ഞർക്ക് വഴികളുണ്ടായിരുന്നു.
അതിന് അവരുടെ പോപ്പ് കൾച്ചറിനെ അവർ നന്നായിട്ട് യൂസ് ചെയ്തു. ജാപ്പനീസിൻ്റെ അനിമെ കൾച്ചറിനെ അവർ നന്നായിട്ട് യൂസ് ചെയ്തു. ക്യാപ്റ്റൻ സുബാസ എന്ന് പറയുന്നൊരു അനിമെ ക്യാരക്ടറിനെ ഉണ്ടാക്കി. ഒരു ചെറിയ പയ്യൻ ലോകകപ്പ് ജപ്പാന് വേണ്ടി വിജയിക്കുന്നതായിരുന്നു സുബാസയുടെ സ്വപ്നം. ഈ സുബാസ എന്ന അനിമെ ക്യാരക്ടർ ജപ്പാനിലെമ്പാടുമുള്ള കുട്ടികളെ വളരെ വലിയ രീതിയിൽ പ്രചോദിപ്പിച്ചു. എന്തിനേറെ പറയുന്നു, ജപ്പാന്റെ ഇതിഹാസ താരമായിട്ടുള്ള ഹിതോഷി നക്കാറ്റയെ പോലും ഫുട്ബോൾ കളിക്കാൻ പ്രേരിപ്പിച്ചത് ക്യാപ്റ്റൻ സുബാസ എന്ന അനിമെ ക്യാരക്ടറാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എത്രമാത്രം കൾച്ചറലി ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ അവരവരുടെ അനിമെ ക്യാരക്ടറിനെ യൂസ് ചെയ്തിരുന്നു. അങ്ങനെ ഫുട്ബോൾ ലോകകപ്പ് ജപ്പാൻ നേടിക്കൊടുക്കുക എന്ന സ്വപ്നം കാണുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ അവർക്ക് തങ്ങളുടെ അനിമെ കൾച്ചർ യൂസ് ചെയ്യുന്നതിലൂടെ കഴിഞ്ഞു. ടെക്നിക്കലി, ഫിസിക്കലി, കൾച്ചറലി, മെൻ്റലി, ഇമോഷണലി ഫുട്ബോളിലേക്ക് അവർ ആളുകളെ വലിച്ചടിപ്പിക്കുകയായിരുന്നു. അവിടെയും തീരുന്നില്ല. 2018 ലോകകപ്പിലേക്ക് വരുമ്പോൾ മറ്റൊരു ദുരന്തത്തിന് കൂടി ജാപ്പനീസ് താരങ്ങൾ ഇരകളായി മാറി. ഗ്രൂപ്പ് ഘട്ടത്തിൽ ആരെയും അമ്പരപ്പിക്കുന്ന പ്രകടനം തന്നെയായിരുന്നു സമുറായ് പോരാളികൾ റഷ്യൻ ലോകകപ്പിലും കാഴ്ചവെച്ചത്. അങ്ങനെ റൗണ്ട് ഓഫ് 16 അവർ പ്രയാണം നടത്തി. അവിടെ എത്തിയപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. തുടക്കത്തിൽ യൂറോപ്പിലെ വമ്പന്മാരായിട്ടുള്ള ബെൽജിയത്തിനെ പിന്നിലാക്കാൻ സമുറായ് പോരാളികൾക്ക് കഴിഞ്ഞു. 2-0 എന്ന ലീഡിൽ നിൽക്കാനും ജപ്പാനീസ് താരങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷേ കളി അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അത്ഭുതകരമായിട്ട് തന്നെ ബെൽജിയം 2 ഗോളുകൾ തിരിച്ചടിച്ചു. മത്സരം അവസാനിക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുന്നേ മാത്രം ജപ്പാൻ മറ്റൊരു ദുരന്തത്തിന് കൂടി ഇരകളായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. മത്സരത്തിനെ എക്സ്ട്രാ ടൈമിലേക്കും പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കും വലിച്ചു നീട്ടാൻ ജാപ്പനീസ് താരങ്ങൾ ലാഗ് ഫുട്ബോൾ കളിക്കും എന്നെല്ലാവരും വിശ്വസിച്ചിരുന്ന സാഹചര്യത്തിൽ കിട്ടിയ അവസരങ്ങളിലെല്ലാം പ്രസ് ചെയ്ത് മുന്നേറുന്ന ജപ്പാനെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അവർക്ക് മത്സരം തീരുന്നതിന് 14 സെക്കൻഡ് അകലെ മാത്രം ഒരു കോർണർ കിക്ക് വീണ് കിട്ടുന്നു. പക്ഷേ അത് ജപ്പാനീസ് താരങ്ങൾ ടൈം ഡിലേ ടാക്ടിക്സിന് ഉപയോഗിക്കാതെ പ്രസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനാണ് ഉപയോഗിച്ചത്. പരിചയസമ്പന്നനായിട്ടുള്ള അവരുടെ ബെൽജിയം ഗോൾ കീപ്പർ കോർട്ടോയ്സ് പന്ത് പിടിച്ചെടുത്ത് മുന്നിലേക്ക് നൽകി ഒരു കൗണ്ടർ അറ്റാക്കിന് തുടക്കം കുറിച്ചു. അങ്ങനെ നാസർ ചതേലിയുടെ ബെൽജിയം ജപ്പാന്റെ ഹൃദയം പിളർക്കുന്ന ഗോൾ നേടി. റോസ്റ്റോയിൽ കേവലം 14 സെക്കൻഡുകൾ അകലെ അവർക്ക് മറ്റൊരു സ്വപ്നം കൂടി കൈവിട്ടുപോയി. അങ്ങനെ ജാപ്പനീസ് താരങ്ങളും അധികൃതരുമെല്ലാം ഈ ഒരു പരാജയത്തിനെ കുറിച്ച് പഠിച്ചു. അവരതിൻ്റെ പേരിൽ 14 സെക്കൻഡ്സ് ഇൻ റോസ്റ്റോ എന്ന പേരിലൊരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കി. അത് ഇഴകീറി പരിശോധിച്ച് അവർ ആ പരാജയത്തിന് ഒരു കാരണം കണ്ടെത്തി. കാരണം ജാപ്പനീസ് കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഓവർ കമ്മിറ്റ്മെൻറ്റ് തന്നെയായിരുന്നു അവരുടെ പരാജയത്തിന് കാരണം. അവരെപ്പോഴും ടീം വർക്കിൽ മാത്രം വിശ്വസിച്ചിരുന്നു. സെൽഫിഷ്നെസ്സിൽ അവർക്ക് യാതൊരു ചിന്തയോ പ്രാധാന്യമോ ഇല്ലായിരുന്നു. ടീം വർക്കിന് വേണ്ടി മാത്രം അവർ പന്ത് പാസ് ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഷൂട്ട് ചെയ്താൽ അത് പരാജയപ്പെടുമോ, മറ്റുള്ളവരുടെ എഫേർട്ട് ഞാൻ പാഴാക്കുമോ എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ കാരണം അവർ കൃത്യമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി മാത്രം ഷൂട്ട് ചെയ്യാൻ നിന്നിരുന്നു. അതായിരുന്നു അവരുടെ പരാജയത്തിന് കാരണം എന്നവർ മനസ്സിലാക്കി. സിംപ്ലി ദ റീസൺ ഈസ് അവർക്ക് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സോൾജറിനെ കൊണ്ട് മാത്രം ലോകകപ്പ് പോലുള്ള വലിയ വേദികളിൽ വിജയിക്കാൻ കഴിയില്ല. സ്വാർത്ഥനായിട്ടുള്ള ഒരു ഒറ്റയാനെ മുന്നേറ്റ നിരയിൽ വേണം എന്നുള്ള കണ്ടുപിടുത്തത്തിലേക്ക് അവർ ഓസോ 14 എന്ന ഡോക്യുമെൻ്ററി അനലൈസ് ചെയ്ത് എത്തിച്ചേർത്തു. അവർക്ക് നിസ്വാർത്ഥരായ ഇനി മുന്നേറ്റ നിരയെ വേണ്ട. സെൽഫിഷ് ആയിട്ടുള്ള ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റും കാണിക്കാത്ത റൂത്ത്ലെസ് അറ്റാക്കിംഗ് ഫിലോസഫി വേണം. അത് അവരെങ്ങനെ തങ്ങളുടെ ആരാധകരിലേക്കും താരങ്ങളിലേക്കും എത്തിക്കും? വീണ്ടും അവർ തങ്ങളുടെ അനിമെ ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്യാൻ തുടങ്ങി. സ്ട്രൈക്കേഴ്സിനിടയിലുള്ള ഓവർ ടീം വർക്കും ടീം സ്പിരിറ്റും തിരിച്ചടിയാകും എന്ന് തിരിച്ചറിഞ്ഞ ജപ്പാനീസ് അധികൃതർ ബ്ലൂ ലോക്കിലൂടെ അവർക്കിടയിൽ സെൽഫിഷ് ഈഗോ കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചു. അവർ അനിമെ ക്യാരക്ടറായ ബ്ലൂ ലോക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബ്ലൂ ലോക്ക് കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള അത്യാവശ്യം ഈഗോ ഡ്രിബൺ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കർ ആയിരുന്നു. കാരണം റുത്ത്ലെസ് ആയിട്ട് തൻ്റെ ടീം തന്നിലൂടെ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഷോട്ട് ഉതിർക്കുന്നതിന് ആരോടും ക്ഷമ പറയാത്ത വിധത്തിലുള്ള, തൻ്റെ ഭാഗത്ത് നിന്ന് പിഴവ് വന്നു പോയി കഴിഞ്ഞാൽ അതൊന്നും പ്രശ്നമല്ല, ടീമിന് വേണ്ടി ഞാനാണ് മുന്നിൽ നിന്ന് നയിക്കേണ്ടത്, ഞാനാണ് അടിക്കേണ്ടത്, ഞാനാണ് കുത്തേണ്ടത്, ഞാനാണ് യുദ്ധം ചെയ്യേണ്ടത്, ഞാനാണ്, എന്നിലൂടെയാണ് ജയിക്കേണ്ടത്. അങ്ങനെ സ്ട്രൈക്കേഴ്സിനിടയിൽ ഒരു സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് കുത്തി നിറയ്ക്കാൻ അവർ ബ്ലൂ ലോക്ക് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഉപയോഗിച്ചു. അങ്ങനെ 2018 ശേഷം ബ്ലൂ ലോക്ക് പോപ്പുലർ ആയതോടുകൂടി അവർക്കിടയിൽ ഒരു പോസിറ്റീവ് സെൽഫിഷ്നെസ്, ഈഗോ ഡ്രിവൺ മെൻറ്റാലിറ്റിയൊക്കെ വളർന്നു വന്നു. അങ്ങനെ അവർ കൃത്യമായിട്ട് അനിമെ ക്യാരക്ടേഴ്സിനെ കൾച്ചറലി ഗ്രൂപ്പ് ചെയ്യാനും അത് ഫുട്ബോളിൽ ഉപയോഗിക്കാനും തുടങ്ങി. ബ്ലൂ ലോക്ക് കൂടി വന്നതോടെ എല്ലാവർക്കും കളിക്കാനുള്ള മനസ്സായി, ടീമുമായി. പക്ഷേ ലോകകപ്പ് പോലെ വലിയ വേദികളിൽ വിജയിക്കണമെങ്കിൽ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ കളിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ലാതെ അത്ര എളുപ്പത്തിൽ ലോകകപ്പ് വിജയിക്കാൻ പറ്റത്തില്ലല്ലോ. 1998 ജാപ്പനീസ് ഫുട്ബോൾ ടീം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകകപ്പ് കളിക്കാൻ വന്ന ടീമിൽ ഒരൊറ്റ താരം പോലും ജെ ലീഗിൽ നിന്നല്ലാതെ പുറത്ത് വിദേശ ലീഗ് കളിക്കുന്നവരില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ 2027 വരികയാണെങ്കിൽ യൂറോപ്പിലെ വിവിധ ക്ലബ്ബുകളിലായിട്ട് 100ഓളം ജാപ്പനീസ് താരങ്ങളുണ്ട്. എങ്ങനെ ജാപ്പനീസ് താരങ്ങൾ യൂറോപ്പിലെ വലിയ വേദികളിൽ എത്തി എന്നുള്ളതിനും കൃത്യമായിട്ടുള്ള മറുപടി അവരുടെ 2050 പ്രോഗ്രാമിലുണ്ട്.
അവർ സെൻട്രൂഡിൻ എന്ന് പറയുന്ന ഒരു ബെൽജിയം ക്ലബ്ബ് ജപ്പാനിലെ വ്യവസായികൾ ചേർന്ന് വിലക്കങ്ങ് വാങ്ങിച്ചു. നേരിട്ട് താരങ്ങളെ ഇംഗ്ലണ്ടിലെയും സ്പെയിനിലെയും ക്ലബ്ബുകളിലേക്ക് കയറ്റി അയക്കുന്നതിന് പകരമായിട്ട് ബെൽജിയം ക്ലബ്ബായ സെൻട്രൂഡിൻ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ട് അവിടേക്ക് ജാപ്പനീസ് താരങ്ങളെ കൊണ്ടുവന്ന് അവിടെ ഒരു ജാപ്പനീസ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി, ജാപ്പനീസ് ഫ്രണ്ട്ലി എൻവയോൺമെന്റിൽ താരങ്ങൾ വളർന്നു വരാൻ തുടങ്ങി. അങ്ങനെ സ്പെയിനിലെയും ഇംഗ്ലണ്ടിലെയും ക്ലബ്ബുകളിലേക്ക് താരങ്ങൾ പോകുന്നതിന്, അതായത് ജാപ്പനീസ് താരങ്ങൾക്ക് ഇംഗ്ലണ്ടിലെയും സ്പെയിനിലെയും ഫ്രാൻസിലെയും ഒക്കെ ലീഗുകളിലേക്ക് എത്തുന്നതിനുള്ള ബ്രിഡ്ജായിട്ട് സെൻട്രൂഡിൻ എന്ന ബെൽജിയം ക്ലബ്ബ് പ്രവർത്തിക്കാൻ തുടങ്ങി. വളരെ കൃത്യമായിട്ട് അവർ സെൻട്രൂഡിൻ എന്ന ക്ലബിനെ ഒരു പാലമായി ഉപയോഗിക്കാൻ തുടങ്ങി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിവർപൂളിന്റെ താരമായ ജപ്പാൻ ലെജൻഡ് വാൻറ്റിരു എൻഡോ, ആർസണൽ താരമായ തമിയാസു, അങ്ങനെ എല്ലാവരും ഈ ഒരു ബ്രിഡ്ജിൽ കൂടി വളർന്നു വന്ന് പോയവരാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ എത്ര കൃത്യമായിട്ടാണ് ജാപ്പനീസ് അധികൃതർ ഫുട്ബോളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. യൂറോപ്പിലേക്ക് താരങ്ങളെ എത്തിക്കാൻ അവരുടെ പടികൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ജാപ്പനീസ് ഗവൺമെന്റ് വലിയ തോതിൽ ഫുട്ബോളിൽ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി. GPS ട്രാക്കറുകൾ ഉപയോഗിച്ച് ലോകത്തിന്റെ ഏത് കോണിലും പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കുന്ന ജാപ്പനീസ് താരത്തിന്റെ ഓരോ മൂവ്മെന്റിനെയും അവർ കൃത്യമായിട്ട് അളന്ന് വിശകലനം ചെയ്യാൻ തുടങ്ങി. മസിൽ ഇഞ്ചുറികൾ ഉണ്ടാവുന്നതിന് മുമ്പേ തന്നെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകി അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റും റീഹാബിലിറ്റേഷനും റെസ്റ്റും ഉറപ്പുവരുത്തി. അങ്ങനെ നല്ല രീതിയിൽ അടിസ്ഥാന സൗകര്യത്തിൽ അവർ ഉയർന്നു വന്നു. പിന്നീട് കുറച്ച് അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ കമ്പനീസുമായിട്ട് അവർ പാർട്ണർഷിപ്പിലേക്ക് വന്നു. ഈ ഡാറ്റാ ബാങ്കിലൂടെ അല്ലെങ്കിൽ ഡാറ്റാ ട്രാക്കറിലൂടെ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ എലൈറ്റ് പ്ലേയേഴ്സിന് വേണ്ട സെപ്പറേറ്റ് ഡയറ്റും അമിനോ ആസിഡ്സും ന്യൂട്രീഷൻസും അടങ്ങിയ ഫുഡ് സെപ്പറേറ്റ് ഡയറ്റായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ ഗുണം ഇപ്പം അവരുടെ താരങ്ങളുടെ ശരീരത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം. 1998 വേൾഡ് കപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജാപ്പനീസ് താരങ്ങൾക്ക് താരതമ്യേന ഉയരം കുറവായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ജാപ്പനീസ് ടീം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഉയരം കുറഞ്ഞ താരങ്ങളെ കണ്ടെത്താൻ പാടാണ്. അവരുടെ ഗോളിയായിട്ടുള്ള സിയോൺ സുസൂക്കിക്ക് 190 സെന്റിമീറ്റർ ഉയരമുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛൻ കാനയാണെങ്കിൽ പോലും. പിന്നെ തമിയാസുവിനും ഹിരാക്കു ഇറ്റോയ്ക്കും ഒക്കെ നല്ല ഹൈറ്റുള്ള പ്ലേയേഴ്സിനെ കാണാം. ഇപ്പം ടവറിംഗ് ഡിഫൻഡേഴ്സിനെ കോർണേഴ്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അടിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ ജപ്പാനും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ജപ്പാൻ ശാരീരികമായിട്ടും അത്ര വീക്കാണ് എന്ന് പറയാൻ പറ്റില്ല. അവര് ഫിസിക്കലി, മെന്റലി, ഫിസിയോളജിക്കലി എല്ലാം സ്ട്രോങ് ആയി കഴിഞ്ഞു. ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും, നല്ല പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ പോലും, നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും യുദ്ധത്തിന്റെ ഒരു പകുതി മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അവരെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം, അവരെ എങ്ങനെ ഒരു പടയാക്കി മാറ്റണം എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് ഒരു പരിശീലകനാണ്, തന്ത്രജ്ഞനാണ്. അതാണ് മൊരിയാസു. മൊരിയാസുവിന് ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായി ഇതുവരെ ഫുട്ബോൾ ലോകം കണ്ടിട്ടില്ലാത്ത വിധം വൈവിധ്യമാർന്ന തന്ത്രങ്ങളുമായി മൊരിയാസു എതിരാളികളെ ചവച്ചരയ്ക്കാൻ തുടങ്ങി. 1993 ഒക്ടോബറിലെ ദോഹയിലെ ദുരന്തത്തിൽ കണ്ണീർ വാർത്ത 25 വയസ്സുകാരനായ മിഡ്ഫീൽഡർ അവനായിരുന്നു മൊരിയാസു. പിന്നീട് ലോക ഫുട്ബോളിൽ ജപ്പാന്റെ പതാകവാഹകനാകാൻ നിയോഗിക്കപ്പെട്ടവൻ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം പുതിയ തന്ത്രങ്ങളുമായി അവൻ ലോക ഫുട്ബോളിന്റെ തലപ്പത്തേക്ക് അടിവെച്ച് കയറാൻ തുടങ്ങിക്കഴിഞ്ഞു. സാധാരണഗതിയിൽ ഫുട്ബോളിൽ 2 തരത്തിലുള്ള ടാക്ടിക്സും ഫുട്ബോളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എയ്തർ അറ്റാക്കിംഗ് ഓർ ഡിഫെൻഡിങ്. ഇറ്റലിയെ പോലെയുള്ള ക്ലബ്ബുകൾ കോട്ട കെട്ടി പ്രതിരോധിക്കുമ്പോൾ ജർമ്മനിയെ പോലെയുള്ള ടീമുകൾ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ജപ്പാന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മൊരിയാസുവിന്റെ അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്നും അവർ പുതിയൊരു തന്ത്രം വികസിപ്പിച്ചെടുത്തു. അതിനെ ഫുട്ബോൾ പണ്ഡിറ്റുകൾ ചമലിയോൺ അപ്രോച്ച് അഥവാ ഓന്തിന്റെ സമീപനം എന്ന് വിളിക്കാൻ തുടങ്ങി. കമലിയോൺ എന്തുകൊണ്ട് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ സമയം അറ്റാക്കിലേക്കും ഡിഫൻഡിലേക്കും സ്വിച്ച് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്രത്യേക ഫിലോസഫി ആയിരുന്നു മൊരിയാസു തന്റെ കുട്ടികൾക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്തത്. 3-4-2-1 എന്ന് പറയുന്ന ഫോർമേഷൻ കാണുമ്പോൾ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവും. മൈറ്റി ടീമുകളായിട്ടുള്ള ജർമ്മനിക്കും ബ്രസീലിനും സ്പെയിനും ഒക്കെ എതിരെ കളിക്കുന്ന സമയത്ത് 5 പേരെ സ്ട്രെയിറ്റ് വാൾ ബ്രിക്കാക്കി നിർത്തി അങ്ങോട്ട് പ്രതിരോധിക്കും, കോട്ട കെട്ടി പ്രതിരോധിക്കും, അവരെ കളിക്കാൻ അനുവദിക്കും. 2022 സ്പെയിൻ 1000-ലധികം പാസുകൾ കംപ്ലീറ്റ് ചെയ്ത മത്സരം ജപ്പാൻ ജയിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. 1-2 എന്ന സ്കോറിനായിരുന്നു ജപ്പാൻ വിജയിച്ചത്. 1000-ലധികം പാസുകൾ സ്പെയിൻ കംപ്ലീറ്റ് ചെയ്തു. ബോൾ പൊസിഷനിലും അപൂർവമായ നേട്ടം. ജപ്പാന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന പൊസിഷൻ വെറും 17.7% മാത്രമായിരുന്നു. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഒരു വിന്നിംഗ് ടീമിന് ഉണ്ടായിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ പൊസിഷൻ. ആ ഒരു പൊസിഷനിൽ നിന്നും കോട്ട കെട്ടി പ്രതിരോധിച്ച ഡിഫൻസ് വാളൊരുക്കി നിർത്തിയ ജപ്പാൻ എത്ര വേഗത്തിലാണ് അവരുടെ കയ്യിലേക്ക് പന്ത് കിട്ടിയപ്പോൾ ഒരു അറ്റാക്കിംഗ് ഫോർമേഷനായിട്ട് ക്രോഡീകരിക്കപ്പെട്ടതെന്ന് ഇന്നും ലോക ഫുട്ബോളിന് ഒരു അത്ഭുതം തന്നെയാണ്. അവരുടെ ഫോർമേഷൻ എത്ര വേഗത്തിലാണ് സ്വിച്ച് ചെയ്ത് മാറുന്നത് എന്നുള്ളത് വളരെ അത്ഭുതം തന്നെയാണ്. കുബോയും കമാദയും പോലെയുള്ള 2 ക്രിയേറ്റീവ് മിഡ്ഫീൽഡേഴ്സിനെ സ്ട്രൈക്കറുടെ തൊട്ട് മുന്നിൽ റോം ചെയ്യാൻ അനുവദിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ഫോർമേഷൻ അയാൾ ഉപയോഗിച്ചു. വേണ്ട സമയത്ത്, അറ്റാക്ക് വേണ്ട സമയത്ത് ആ 2 പേർ മുന്നിലേക്ക് പോകുന്നു, പ്രതിരോധിക്കേണ്ട സമയത്ത് പിന്നിലേക്ക് വരുന്നു. 3 പേരുള്ള ഡിഫൻസീവ് ആളാണെന്ന് തോന്നുമെങ്കിൽ പോലും ആവശ്യമുള്ള സമയത്ത് അത് 5 ആയിട്ട് വർദ്ധിക്കുന്നു, സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറുന്നു.
ഇങ്ങനെ അറ്റാക്കിനെയും പ്രതിരോധത്തിനെയും ഒരുപോലെ സമന്വയിപ്പിക്കാൻ കഴിയുന്ന കെമലിയോൺ അപ്രോച്ചുമായിട്ട് അദ്ദേഹം ലോക ഫുട്ബോളിനെ ഭരിക്കാൻ തുടങ്ങിയിട്ട്, ഭരണം എന്ന് പറഞ്ഞാൽ കൂടിപ്പോവും, ഇനി ഭരിക്കും കുറച്ചു കാലം കഴിഞ്ഞാൽ. അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മറ്റു ചില കാര്യങ്ങളും കൂടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ജപ്പാന്റെ കഥകൾ പറഞ്ഞ് നമ്മൾ നീട്ടേണ്ടി വരുമെങ്കിൽ പോലും ഈ മൊരിയാസോന്റെ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ സബ്സ്റ്റിറ്റ്യൂഷനുകളാണ്. സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടി അദ്ദേഹത്തിന് പ്രത്യേക ഒരു യൂണിറ്റ് തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ യൂണിറ്റിനെ അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരാളികളുടെ ഡിഫെൻസീവ് ലൈൻ തകർന്നു തുടങ്ങുന്ന സാഹചര്യത്തിൽ, അവരുടെ ഫ്രഷ് ലെഗ് തളർന്നു തുടങ്ങുന്ന സാഹചര്യത്തിൽ അവസാന നിമിഷം ചില സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്തി. ആ സബ്സ്റ്റിറ്റ്യൂഷനുകളിലൂടെ മത്സരത്തിന്റെ ഗതി മൊത്തത്തിൽ തിരിക്കുന്ന ജപ്പാനെ നമ്മൾ ഇതിനോടകം പല തവണ കണ്ടു കഴിഞ്ഞു. മത്സരത്തിന്റെ ഗതി ഇങ്ങനെ തിരിക്കുന്ന ഒരു സംഘമായി ജപ്പാൻ മാറിക്കഴിഞ്ഞു. അവരുടെ ഫിലോസഫി എങ്ങനെയാണ് വന്നത്, ടീമിന്റെ ട്രാൻസിഷൻ എങ്ങനെയാണ് വളർന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ലെങ്ത് വീഡിയോയ്ക്ക് കൂടിപ്പോയി. കുറെ ഭാഗങ്ങൾ ഞാൻ ചുരുക്കിയാണ് പറഞ്ഞത്. ഇനിയും കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട അവരുടെ ടീമിൽ. പ്രധാനപ്പെട്ട മിനോമ, അവരുടെ കില്ലിംഗ് അസാസിൻ സ്ട്രൈക്കറായിട്ടുള്ള മിത്തോമയെ പോലെയുള്ള താരങ്ങൾ അവർ ഇല്ല. എൻറ്റോ ഇല്ല. 3 പ്രധാന താരങ്ങൾ ഇല്ലാതെയാണ് ജപ്പാൻ ഈ വേൾഡ് കപ്പിന് ബൂട്ട് കിട്ടുന്നത്. എന്നിട്ട് പോലും അവർ നല്ല കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടുണീഷ്യയെ നിഷ്പ്രഭമാക്കി, നെതർലൻഡ്സിനെ പിടിച്ചു കിട്ടി. ഇനി എന്തൊക്കെയായിരിക്കും ഈ ഗ്രൂപ്പിൽ നടക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം. അപ്പം ഇത്രയും സമയം നിങ്ങളുടെ കളഞ്ഞതിന് സോറി. അത്ര സാറ്റിസ്ഫൈഡ് ആവത്തില്ലെന്ന് എനിക്കറിയാം ഈ വീഡിയോയിൽ. ബൈ.